ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം എന്താ വെച്ചാല്, ഇന്നലെ എന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ എനിക്ക് വൈഫ് ഒരു ഗിഫ്റ്റ് തന്നു. സാധാരണ ഗിഫ്റ്റ് തരുന്നുണ്ട്, പക്ഷെ ഇപ്രാവശ്യം അവർ ഗിഫ്റ്റ് തന്നത് ഞാൻ കുറെ കൂടുതൽ ആഗ്രഹിച്ച ഒരു സംഭവമാണ്. ഞാൻ ഈ വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ ഈ മൊബൈൽ വെച്ചാണ് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അന്ന് മുതലേ എന്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ആക്ഷൻ ക്യാമറ മേടിക്കണം എന്നുള്ളത്. അപ്പോ അത് ഞാൻ പലപ്പോഴായിട്ട് അവളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്രാവശ്യം അവള് കുറച്ച് പൈസയൊക്കെ സ്വരുക്കൂട്ടി വെച്ച് ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ഒരു ആക്ഷൻ ക്യാമറ എനിക്ക് മേടിച്ചു തന്നു. അപ്പൊ അതിന്റെ സന്തോഷത്തിലാണ് ഞാൻ. അപ്പൊ അത് നിങ്ങളോടും കൂടി പങ്കുവെക്കാൻ തോന്നി. അതേപോലെ ആ ക്യാമറ ഒന്ന് നമുക്ക് പരിചയപ്പെടും ചെയ്യാം. ഈ ക്യാമറ നിങ്ങൾ DJI ആക്ഷൻ 3 ക്യാമറയാണ്. അപ്പൊ അത് നിങ്ങൾ പലപ്പോഴായിട്ട് പല വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. എന്നാലും നമ്മളതായിട്ടുള്ള രീതിയിൽ നമുക്ക് ആ ക്യാമറ ഒന്ന് പരിചയപ്പെടുത്താം. ഓക്കെ. അപ്പോ ഇതാ ഗിഫ്റ്റ് തന്ന ആൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ വളരെ കൂടുതൽ സന്തോഷം. ആ സന്തോഷന്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാം. അപ്പൊ കുറെ കാലമായിട്ട് ആഗ്രഹിച്ചൊരു സംഭവം നമുക്ക് പെട്ടെന്നൊരു ഗിഫ്റ്റ് ആയിട്ട് കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ്. അപ്പൊ ആ ക്യാമറ നമുക്ക് ഒന്ന് പരിചയപ്പെട്ടിട്ട് അതിൻ്റെ ഉള്ള കാര്യങ്ങളും എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ്, അതിന്റെ സ്പെക്കൊക്കെ ഒന്ന് മനസ്സിലാക്കാം. കൂടുതലായിട്ടൊന്നുമില്ല, ചെറിയ രീതിയിൽ. അൺബോക്സിംഗ് അല്ല. അൺബോക്സിംഗ് പറഞ്ഞാൽ അത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വരുത്തിച്ചത്. അത് ഓൾറെഡി അവർ അൺബോക്സ് അവരെന്നെ ചെയ്യും. ഡെലിവറി ബോയ് അൺബോക്സ് ചെയ്തിട്ടാണ് നമുക്ക് തരിക. കാരണം സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട്. അപ്പൊ ഒരു അൺബോക്സിംഗ് വീഡിയോ ഒന്നുമില്ല. ഞാൻ ഓൾറെഡി ബോക്സ് പൊളിച്ചിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ വീഡിയോയിലേക്ക് ഇട്ട് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് കൂടുതൽ സന്തോഷമുള്ള ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്കും ഹാപ്പി ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ സുഹൃത്തുക്കളെ, ഇതാണ് കേട്ടോ ആ ക്യാമറ. ഓസ്മോ ആക്ഷൻ 3. ഇതിന്റെ 4ഉം 5ഉം ഇറങ്ങിയിട്ടുണ്ട്. 4 അത്ര പോരാ, പക്ഷെ 5 നല്ല ക്യാമറ ആണ്. പക്ഷെ അതിന് ഒരു 15,000 റുപ്യ കൂടുതൽ വരുന്നു. അപ്പൊ ഇതുകളും ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. ഇപ്പൊ ഓഫറൊക്കെ ഉണ്ടല്ലോ, ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. ഇതിന്റെ കാര്യങ്ങൾ അപ്പൊ നമുക്ക് തുറന്നു നോക്കാം. ഞാൻ ഓൾറെഡി തുറന്നിട്ടുണ്ട്. ഇതിലെന്തൊക്കെ വരിക എന്നുള്ളത്. ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഇത് 2 വേരിയന്റ് ആണ് വരുന്നത്. ഒന്ന് സ്റ്റാൻഡേർഡ് കോംബോയും ഒന്ന് അഡ്വഞ്ചർ കോംബോയും. ഞങ്ങൾ അഡ്വഞ്ചർ കോംബോ ആണ് എടുത്തത്. കാരണം എല്ലാം കൂടെ കൂടിയതാണ് അഡ്വഞ്ചർ കോംബോ. ഇതിൽ 3 ബാറ്ററി ഉണ്ടാവും. ഇതാണ് ഇപ്പൊ ബാറ്ററി. കണ്ടോ, ഈ ആക്ഷൻ ക്യാമറക്കുള്ള പ്രധാന പോരായ്മ ബാറ്ററിന്റെ പ്രശ്നമാണ്. അപ്പൊ 3 ബാറ്ററി എക്സ്ട്രാ 2 ബാറ്ററി ഉണ്ടാവും. അതേപോലെ ഒരു സ്റ്റിക്ക്, സെൽഫി സ്റ്റിക്ക്, മോണോപോഡ് എന്ന് പറയും, അതാണുള്ളത്. ഇത് കാണുന്നുണ്ടെന്ന് വിചാരിച്ചു. കാറിന് ഷൂട്ട് ചെയ്യാൻ കാരണം സൗണ്ട് ക്ലിയർ ആകാൻ വേണ്ടിയാണ്. നമുക്ക് ഏതായാലും പുറത്തുനിന്ന് ഇവിടെ നല്ലൊരു വയലൊക്കെ ഉണ്ട്. ഇവിടുന്ന് പുറത്തുനിന്ന് വന്ന് നമുക്കൊന്ന് ഷൂട്ട് ചെയ്യാം അതിന്റെ മുമ്പ്. അപ്പൊ ഇതാണ് ഇതിന്റെ മോണോപോഡ് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പൊക്കെ ഉള്ളൊരു സ്റ്റിക്കാണ്. 1.5 മീറ്റർ ലെങ്ത് കിട്ടും ഇത്. ഓക്കെ. പിന്നെ ഇതാണ് അതിന്റെ ക്യാമറ. ഇതാണ് ആക്ഷൻ 3 ക്യാമറ കേട്ടോ. അത്യാവശ്യം നല്ല, ഞാൻ കുറെ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇവളോട് പറയുന്നത് നല്ല ക്യാമറയാണെന്ന്. അങ്ങനെയാണ് ഇവള് ഞാൻ അറിയാതെ ഇത് ഓർഡർ ചെയ്ത് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നത്. നല്ലൊരു ക്യാമറയാണ് അത്യാവശ്യം. അപ്പൊ ഇനിയുള്ള വീഡിയോസ് ഒക്കെ കുറച്ചും കൂടി ക്ലാരിറ്റി ആയിട്ട് ക്ലിയറോടുകൂടി ഒക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ്. പിന്നെ ഇതിന്റെ കുറച്ച് അക്സസറീസും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിലുണ്ട്. ഇതിന്റെ ക്ലിപ്പുകളും വേറെ സംഭവങ്ങളൊക്കെ. അപ്പൊ നമുക്ക് ഇതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ പുറത്തുനിന്ന് എടുക്കാം. പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഇതിന്റെ വേറൊരു പ്രത്യേകത. എന്താ വെച്ചാൽ നമ്മള് ഗോപ്രോ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ അല്ല, ഇത് നന്നായിട്ട് സ്ക്രൂ ഒക്കെ ചെയ്ത് വെക്കണം. ഇത് പെട്ടെന്ന് നമുക്ക് മാറ്റും. ഇതൊരു മാഗ്നറ്റ് ആണ് കേട്ടോ. ഒരു മാഗ്നറ്റ് രീതിയിലാണ് ഇതിന്റെ ഒരു പിടുത്തം വരുന്നത്. കാണുന്നുണ്ടാവൂലേ? നമ്മൾ ഇവിടെ ഇങ്ങനെ നെക്കിയാൽ അതങ്ങനെ കിട്ടും ചെയ്യും. അതേമാതിരി വെറുതെ അങ്ങ് വെച്ചു കൊടുത്താൽ മതി, പെട്ടെന്ന് മാഗ്നറ്റായി മാറും. അതിൽ പെട്ടെന്ന് കൊടുക്കും. പിടിക്കാനൊക്കെ നല്ല സുഖം കേട്ടോ. പിന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, എനിക്ക് അറിയില്ല. ഞാനത് ഇത് എടുത്തിട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോരോ വീഡിയോയിൽ നമുക്ക് ചെയ്യാട്ടോ. ഇതിനൊരു ഗേസ് ഉണ്ട്. ഇതാ ഒരു ഗേസ്. പിന്നെ വേറൊരു മൗണ്ട് ഉള്ളത് ഇതാണ് കേട്ടോ. ഇത് കാറിലൊക്കെ വെക്കാനുള്ള, കാറിന്റെ മുന്നിൽ വെച്ചിട്ട് ഡാഷ് ക്യാം ആയിട്ടൊക്കെ ഉപയോഗിക്കാനോ അങ്ങനത്തേനൊക്കെ അല്ലെങ്കിൽ ഉള്ളതാണ്. പിന്നെ കുറെ വേറെ സൈസ് മൗണ്ടുകളൊക്കെ ഉണ്ട്, നമുക്ക് വീണ്ടും പർച്ചേസ് ചെയ്യാം അങ്ങനത്തെ ഒക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഇതിൽ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു വയലും കാര്യങ്ങളൊക്കെ സ്ഥലമാണ്, നല്ല ക്ലാരിറ്റി ഉണ്ടാവും. നമുക്ക് ഇതിൽ ഇറങ്ങിയിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കുക, കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഓക്കെ. ഇതിന്റെ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാമല്ലോ. ഓക്കെ സുഹൃത്തുക്കളെ, ഇതാണ് കേട്ടോ നമ്മൾ ക്യാമറ ഓൺ ചെയ്തു. ഇതിലൊക്കെ ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. അപ്പൊ ഇതൊന്നും നമ്മളിപ്പോ കാണിക്കണമൊന്നുമില്ല, കുറെയൊക്കെ പഠിക്കാനും ഉണ്ട്.
നല്ലൊരു വയലാണ് ഇവിടെ ഉള്ളത്. ഏതായാലും നമുക്ക് ഈ ഗോപ്രോ അല്ല DJI വെച്ചിട്ട് നമുക്കിത് കുറച്ച് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിന്റെ ക്ലാരിറ്റി എങ്ങനെ കണ്ട് എന്നുള്ളത് ഇപ്പൊ എന്തായാലും അറിയാൻ കഴിയില്ല. ഞാൻ എനിക്ക് മൊബൈലിലിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മുടെ DJI Action 3 വെച്ചിട്ടുള്ള ഷോട്ടാണ് കേട്ടോ. അങ്ങനെ ഉണ്ട്. സാധാരണ നമ്മൾ മൊബൈൽ വെച്ചിട്ടായിരുന്നു ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യൽ. എനിക്ക് ഒന്നും കൂടെ കംഫർട്ടായി, കാരണം അത് വീഡിയോ ചെയ്യാനൊക്കെ ഒന്നും കൂടി സുഖമാണ്. സമയം ഒരു 5:30 മണിയായിട്ടുണ്ട്. ഇന്ന് പിന്നെ ഒരു മഴക്കോളുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു മങ്ങിയ രീതിയിലാണ് ഉള്ളത് വയലൊക്കെ കാണുമ്പോൾ. അപ്പൊ അതിന്റെ ക്ലാരിറ്റി എത്രത്തോളം മാറുന്ന അറിയില്ല. നമുക്ക് എങ്ങനെയായാലും ഇത് ഇപ്പൊ ഈ ചെറിയൊരു സ്ക്രീനിൽ കാണുമ്പോൾ എത്രത്തോളം ഇതിന്റെ ക്ലാരിറ്റി ഉണ്ടാവും എന്നല്ല, പക്ഷെ ഇതിൽ നോക്കിയിട്ട് കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതാണ്. എന്നാലും അപ്പൊ ഇനി മുതൽ ഞങ്ങൾ എന്തായാലും കുറച്ച് സീരിയസ് ആയിട്ട് വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഈ ക്യാമറ പിന്നെ വാങ്ങിയതും. കുറച്ച് ട്രാവൽ വീഡിയോ ആയിരിക്കും കൂടുതലായിട്ട് വരിക. അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാൻ എന്റെ വീഡിയോയിൽ ഇതുവരെ പറയാത്തൊരു സംഭവമാണ്. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുവരെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. വീഡിയോ നന്നായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യുന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇനി എന്തായാലും ഒന്ന് നിങ്ങളെ സപ്പോർട്ടും കൂടി വേണം. കാരണം പിന്നെ ഞങ്ങൾ ട്രാവൽ വീഡിയോ ഒക്കെ തുടങ്ങാൻ പോവുകയാണ്. സീരിയസ് ആയിട്ട് വരും എല്ലാ കാര്യങ്ങളും. അപ്പോൾ നിങ്ങളൊരു സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ കുറച്ച് പരിചയക്കുറവൊക്കെ ഉണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ മാറുമെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഈ ക്യാമറക്ക് കുറെ സെറ്റിങ്സ് ഉണ്ട്. പിന്നെ എല്ലാം കൂടി ഞാനിത് പറഞ്ഞ് ബോറടിപ്പിക്കില്ല. ഞാൻ കാര്യങ്ങൾ മാത്രം പറഞ്ഞു. അത്യാവശ്യം നല്ല ക്യാമറയാണ്. ഞാൻ കുറെ റിവ്യൂസ് നോക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ പല വീഡിയോസും കണ്ടു. അപ്പൊ അതിൽ DJI ഗോപ്രോനാട്ടിൽ നല്ലത് DJI ആണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് DJIന്റെ ക്യാമറ എടുത്തത്. അപ്പം ഇതിന് തന്നെ 29,000 രൂപ വന്നു. ഇത് കിട്ടാനില്ല കേട്ടോ, കിട്ടാൻ കുറച്ച് പാടാ. ഓൺലൈനിലായാലും കിട്ടാൻ സ്റ്റോക്ക് ഇല്ലാന്നാ കാണിക്കണം, എന്താണെന്ന് അറിയില്ല. ഇനി 4ഉം 5ഉം ഇറങ്ങിയോണ്ട് അതിനെ കൂടുതൽ വിൽപ്പന നടക്കാനാണോന്ന് അറിയില്ല. 3 കിട്ടുന്നില്ല. ഇത് അത്യാവശ്യം നല്ല ക്യാമറ തന്നെയാണ്. 4 എനിക്ക് അത്ര തോന്നിയില്ല. ആക്ഷൻ 4 പിന്നെ അത്ര ക്ലാരിറ്റി തോന്നിയില്ല. ലോ ലൈറ്റിൽ കുറച്ചും കൂടി ഇതിനായിട്ട് ബെറ്റർ ആണെന്ന് കേട്ടു. പക്ഷേ ഡേലിൽ ഇത്ര പോരാ. അതുകൊണ്ട് നമുക്ക് ഡേലല്ല കൂടുതലായിട്ട് ഷൂട്ട് ഉണ്ടാവുള്ളൂ. പിന്നെ അത്യാവശ്യം നൈറ്റിലൊക്കെയാണ് മൊബൈൽ വെച്ച് ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു. എന്തായാലും ക്യാമറ ഒന്ന് വളരെ സന്തോഷത്തിൽ കിട്ടിയൊരു ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ആരെങ്കിലും ക്യാമറ പിന്നെ വാങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യും കേട്ടോ Action 3. ഇതന്നെ മേടിക്കണമെന്നൊന്നുമില്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഈ ക്യാമറ വെച്ചുള്ള കുറേ വീഡിയോസൊക്കെ നമ്മളെ ചാനലിൽ കാണാം. അപ്പോൾ വലിച്ചു നീട്ടി ഒരു വീഡിയോ ആക്കി കൂടുതലായിട്ട് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ഇനിയുള്ള വീഡിയോസിനൊക്കെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം. ഞങ്ങൾ രണ്ടാളും കൂടി യാത്രകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത്യാവശ്യം ഫുഡ് വീഡിയോസൊക്കെ ഉണ്ടാവും. ഫുഡ് ബ്ലോഗൊക്കെ ആയിട്ട് ചെയ്യും. അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഇതൊരു പെട്ടെന്ന് നമുക്ക് മാറ്റാം. അതാണ്ടോ വയലിലൂടെയുള്ള അതൊരു സുഖമാണ് കേട്ടോ. അതിൻ്റെ വയൽ വരമ്പിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല പച്ചപ്പുള്ളൊരു ഏരിയ. റിവ്യൂ ചെയ്യാൻ അങ്ങോട്ട് കൊണ്ടുവന്നത് തന്നെ ഇതുകൊണ്ടാണ് കേട്ടോ. നല്ലൊരു ഏരിയ അല്ലേ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ ഞാൻ നിർത്തുകയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളോട് സംസാരിച്ചു. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഇനിയുള്ള വീഡിയോസിൽ നമുക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ഇനിയുള്ള ഞങ്ങളുടെ വീഡിയോസിന്. ഓക്കെ, അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോ എന്തായാലും ഇവിടെ നിർത്തുകയാണ്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓൺലി ഒരു ക്യാമറ റിവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഇതിൻ്റെ ഒരു സന്തോഷങ്ങളോട് പങ്കുവെക്കാൻ അതിനു വേണ്ടി മാത്രമാണ് ഈ വീഡിയോ എടുത്തത്. എന്തായാലും ഇങ്ങനെ ഒരു ക്യാമറ കിട്ടിയത് ഞാൻ ഭയങ്കരമായിട്ട് വളരെ സന്തോഷത്തിലാണെന്ന് പറയല്ലോ. എൻ്റെ മുഖത്ത് കാണാനുണ്ടാവും. ഓക്കെ, അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.
ബായ്.